ഹായ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ മുഖം വെളുപ്പിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ സ്വിച്ച് ബോർഡ് എങ്ങനെ വെളുപ്പിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. സ്വിച്ചൊക്കെ ഈ വെച്ചിരിക്കുന്ന ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് പുതിയ സ്വിച്ചാണേ. അതിന് മാത്രം ഒരു ഇച്ചിരി വെള്ള കളറുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ 10-15 വർഷത്തെ അഴുക്കാണ്. നമ്മൾ കുറേയേറെ ട്രൈ ചെയ്തു. പിന്നെ പല രീതിയിലുള്ള സാധനങ്ങൾ വെച്ച് തിന്നറൊക്കെ ഉപയോഗിച്ച് നമ്മൾ നോക്കി, നടന്നില്ല. അപ്പോഴാണ് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് മധ്യപ്രദേശിൽ നിന്ന് ഒരാളെത്തിയത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് അതിൻ്റെ വർക്ക് നടക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്കിന്ന് നമ്മുടെ സ്വിച്ച് ബോർഡിനെ എങ്ങനെ ക്ലീൻ ആക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഡക്റ്റിനെ അങ്ങ് പരിചയപ്പെട്ടാലോ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് A2Z ചമക് ക്ലീനർ എന്നാണ് ഈ ക്ലീനിങ് സബ്സ്റ്റൻസിൻ്റെ പേര്. അപ്പോൾ നോ സൈഡ് ഇഫക്റ്റ് ആണ്, മൾട്ടിപർപ്പസ് ആണ്, എല്ലായിടത്തും നോ സൈഡ് ഇഫക്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. പരീക്ഷണങ്ങളല്ലേ ജീവിതം. അപ്പം നമുക്ക് വെളുപ്പിക്കാനുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ നമുക്ക് വെളുപ്പിക്കൽ പരിപാടി തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിക്വിഡ് ഒഴിക്കാൻ പോവുകയാണേ. ഒരു കൊച്ചു പാത്രത്തിലേക്ക് ആ ലിക്വിഡിൻ്റെ ഒരു 10 മില്ലി നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായത് ആവശ്യമില്ലാത്തൊരു ടൂത്ത് ബ്രഷ്, പിന്നെ നമ്മുടെ സ്ക്രബ് ഉണ്ടല്ലോ, ആ സ്ക്രബിൻ്റെ ഒരു കൊച്ചു പീസ്, പിന്നെ ഒരു പഴയ തുണി. നമുക്ക് തുടയ്ക്കാനൊക്കെ സാധനം വേണ്ടതല്ലേ. അപ്പം നമുക്കിനി തുടങ്ങാം. അപ്പം നമ്മൾ ആ നേരത്തെ കാണിച്ച സ്വിച്ച് ബോർഡാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാർജർ നമുക്കങ്ങ് എടുത്തു മാറ്റാം. അപ്പം നമ്മൾ ക്ലീനിങ് തുടങ്ങുകയാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഓൾറെഡി കറണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം ചെയ്യാൻ. ഈ കാണുന്നത് ഒരു സ്വിച്ച് ഉള്ളത്, അത് നമ്മൾ പുതിയതിട്ടതാണ് കേട്ടോ. നമ്മൾ പഴയൊരു വീടാണ് നമ്മൾ വാങ്ങിച്ചത്. കുറേയേറെ ട്രൈ ചെയ്തിട്ടും ഈ പഴയ അഴുക്കൊന്നും പോയില്ലായിരുന്നു. അപ്പം നമുക്ക് നോക്കാം മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. അപ്പം നമ്മൾ ഒരച്ച് നമ്മൾ ക്ലീനപ്പൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് ഉരയ്ക്കുന്ന പോലെ നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മുടെ പഴയ ടാനൊക്കെ, അതായത് ഡേർട്ടൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീടിൻ്റെ പാല് കാച്ച് നടത്തിയപ്പോഴും നമ്മൾ ഇത് കുറേയേറെ ക്ലീൻ ചെയ്യാൻ നോക്കി. തിന്നർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തത്. എന്നിട്ടും അതിൻ്റെ ആ ഒരു നമ്മൾ ഡിഫറൻസ് ഉണ്ടല്ലോ, പുതിയതും പഴയതും തമ്മിലുള്ള ഡിഫറൻസ് നന്നായി അറിയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു എന്തൊക്കെ ചെയ്യണം എന്നറിയാതെ ഇപ്പോൾ പുതിയൊരെണ്ണം ട്രൈ ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടോ? പഴയ ആ അഴുക്ക് മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഫിൽറ്ററൊക്കെ ആവശ്യമുണ്ട്, കുണ്ടും കുഴിയും അതൊന്നും കാണാതിരിക്കാൻ. പക്ഷേ ഇവിടെ നമ്മൾ ഫിൽറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് കറണ്ട് ഇപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ മുകളിൽ കൂടെ ചെയ്യുന്നതുകൊണ്ട് അതങ്ങ് പോയതാണേ. അപ്പോൾ ഒരു ഡാർക്കൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തത്. ഇനി നമ്മുടെ സ്ക്രബിൻ്റെ യൂസ് ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഒരു പൊടി നമ്മൾ ടാൻ റിമൂവറായിട്ടൊക്കെ ഉപയോഗിക്കാൻ കൊള്ളുമായിരിക്കും. ഒന്ന് തേച്ചാൽ മതി, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാറും, നല്ല വെളുത്ത് വരും. പക്ഷെ കൈക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുവരെ ഇപ്പോൾ കുറേ സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കി. അപ്പോൾ ആണ് ലാസ്റ്റാണ് തോന്നിയത് എന്നാൽ നമുക്കതൊരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് തുടങ്ങിയത്. പിന്നെ വേറൊരു കാര്യം, മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കി ചെയ്താൽ അത്രയും നല്ലത്. നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇനി നമ്മുടെ തുണിയുടെ ഉപയോഗം ഇനിയാണ് തുടങ്ങുന്നത്. ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഇങ്ങനെ കറുത്തതായി തോന്നുന്നത് എന്താണെന്നോ, അത് സിൽവർ പെയിൻറ് നമ്മൾ അടിച്ചതാണ്. ഒത്തിരി അഴുക്ക് പോലെ ഇരുന്നപ്പോൾ നമുക്ക് തോന്നി അങ്ങ് സിൽവർ പെയിൻറ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേഞ്ച് കാണുമല്ലോ എന്ന്. അങ്ങനെ നമ്മളെ പെയിൻറ്റിങ് ചെയ്തപ്പോൾ സിൽവർ പെയിൻറ് ആക്കിയതാണേ.
തുണിയുടെ വർക്കാണ് നടക്കുന്നത്. അത് നന്നായി തുടയ്ക്കണം. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പിന്നെ ചാർജർ വെച്ചതിൻ്റെ ആ സ്വിച്ച് ഉണ്ടല്ലോ, ആ പ്ലഗിൻ്റെ അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ആയില്ല. ബാക്കിയെല്ലാം നോക്കിക്കേ, പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനെ ഒന്നും കൂടെ ഒന്ന് ഒരച്ചാലേ റെഡി ആവത്തുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ ഒരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് എന്താണേലും അത്യാവശ്യമാണ് ഇത് ഒരച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ റെഡിയാവുമെന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം നമ്മളിത് എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്ത് തിന്നറും കൊണ്ട് ചെയ്തിട്ട് ഒന്നും നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണേ. അപ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് A to Z ചമക് വാല. അപ്പോൾ A to Z എന്ത് സാധനവും വൃത്തിയാക്കി വെളുപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ആവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത സ്വിച്ച് ബോർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനകത്ത് 1-2 എണ്ണമൊക്കെ പുതിയത് വെച്ചതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിൽട്ടൺ എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാം പുതിയത് വെച്ചത്. ബാക്കി പേരില്ലാത്തതുണ്ടല്ലോ, പേരില്ലാത്ത 2 എണ്ണം കാണുന്നുണ്ടാവും, അതാണ് നമ്മുടെ പഴയത്. അപ്പോൾ പഴയതും പുതിയതും 3 മാസം പുതിയതാണ് ആ മിൽട്ടൺ. ബാക്കിയെല്ലാം 15-16 വർഷം പഴയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.